ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ വീഡിയോ കണ്ടാലോ? ചിക്കൻ കറി പലരും പല രീതിയിലും പല ടേസ്റ്റിലും വെറൈറ്റി ആയിട്ടും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടന്നാലോ? 1.5 കിലോ ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 10-20 കൊച്ചുള്ളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5-6 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് അത്ര എരിവില്ല കേട്ടോ, അതുകൊണ്ട് അത്ര എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി എടുത്ത് വെച്ചു. പിന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും മല്ലിയിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാലോ? ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പം കുറച്ച് കടുക് പൊട്ടിച്ചു. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കരിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം ഒന്ന് മാറി തുടങ്ങിയെന്നറിയുമ്പം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൊച്ചുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്നത് വരെ ഇതുപോലൊന്ന് 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം ഒന്ന് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് അത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഇതുപോലൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് മസാലകളൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഞാൻ ഏകദേശം ഈക്വൽ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ഗരം മസാല പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണേ. കളറൊന്ന് മാറി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതുപോലെ കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികൾ അത്രയും നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ടൊമാറ്റോ അരിഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിലയും മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ കിട്ടുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.